ഹലോ നമസ്കാരം. അപ്പം ഞാൻ ആലോചിക്കായിരുന്നേ എങ്ങനെയാണ് നമ്മൾ ഈ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് കഴിക്കുകയെന്ന്. ഓക്കെ, അപ്പം ഈ അടുത്തിടെ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് എനിക്ക് അതിലേക്ക് എത്തിച്ചത്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, നമ്മൾ മെയിനായിട്ട് ഇപ്പം വില കൂടിയ ഐസ്ക്രീമും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല കഴിക്കുക. അപ്പം നിങ്ങളിപ്പം സ്കൂൾ പിള്ളേരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവര് എന്ത് ചെയ്യും, അടുത്ത് ലോക്കലി കിട്ടുന്ന ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ വാങ്ങുക. അതായത് വീട്ടിൽ നിന്ന് ചെറിയ ചില്ലറ പൈസ 10 രൂപ 20 രൂപയൊക്കെ വാങ്ങിയിട്ട് ദിവസം വരുമ്പം അടുത്ത് കാണുന്ന ലോക്കലി കാണുന്ന ഏതെങ്കിലും കടയിൽ നിന്ന് ലോക്കലി കിട്ടുന്ന ബ്രാൻഡ് ഉണ്ടാവും, 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഐസ്ക്രീംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതും കഴിച്ചിട്ടായിരിക്കും അവർ സ്കൂളിൽ നിന്ന് വീട് വരെ പോവുക. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്നും കാണുന്ന ഒരു കാര്യമാണ്. നമ്മളും പിന്നെ പറയാറുണ്ട്, അതായത് നൊസ്റ്റാലജിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പാലൈസ്, അതായത് പാലൈസും കാര്യങ്ങളൊക്കെ കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുള്ളതാണ്. ഓക്കെ, ഒരുപാട് പേർക്ക് അത് ഇഷ്ടമുള്ളതുമാണ്. ഓക്കെ, പക്ഷെ ഞാൻ ഇപ്പൊ ആലോചിക്കുകയാണ് അതൊക്കെ എങ്ങനെ ഇത്ര വിശ്വസിച്ച് കഴിക്കുകയാണ്. ഓക്കെ, അപ്പം അത്രയും വൃത്തികെട്ട ഒരു കാര്യമാണ് ഇപ്പൊ ഈ അടുത്തിടെ കോഴിക്കോട് നടന്ന ഒരു സംഭവം നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കോഴിക്കോട് വട്ടോളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഐസ്ക്രീം ഫാക്ടറി, ഓക്കെ, ഐസ്ക്രീം ഫാക്ടറി അല്ല, ചെറിയൊരു ഷോപ്പാണ്. അവിടെ ലോക്കലി ആയിട്ട് ഉണ്ടാക്കുന്ന ഐസ്ക്രീം ഉണ്ടാവും, ഐസ്ക്രീം ബാർ, നമുക്കറിയാലോ ഇങ്ങനെ ഐസ്ക്രീം ബാർസ്. ഓക്കെ, അപ്പം അത് ഇയാൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ അങ്ങനത്തെ ഒരു ഐസ്ക്രീം വാങ്ങി കഴിക്കില്ല. ഓക്കെ, അത്രയും വൃത്തികെട്ട ഒരു പരിപാടിയാണ് അയാൾ ചെയ്യുന്നത്. അത് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം, ആ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കാം. അത് ആ ഒരു നാട്ടുകാർ, അതായത് അവിടെ അടുത്തുള്ള ഒരു നാട്ടുകാരൻ പകർത്തിയ ഒരു ദൃശ്യമാണ്. നമുക്ക് ആദ്യം ആ ദൃശ്യം ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എങ്ങനെയാ വെച്ചാൽ ഇയാൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ ഐസ്ക്രീം ബാർസും ഇയാൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും അയാൾ ആ ഒരു റാപ്പ് ചെയ്യണതിന്റെ മുന്നേ ഐസ്ക്രീം ബാർ നക്കിയിട്ടാണ് അത് റാപ്പ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അതായത് വിൽക്കാൻ വെക്കുന്ന ബാർസ് ആണ് അയാൾ അത് നക്കിയിട്ട് റോൾ ചെയ്തിട്ട് വെക്കുന്നത്. കാരണം അത്രയും ചെറ്റത്തരല്ലേ ഇയാൾ ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എന്തെങ്കിലും ഒരു അസുഖമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് വരും. പിന്നെ എന്ത് വൃത്തികേടാണ്. അതായത് അയാൾ കഴിച്ചതിന്റെ ബാക്കി വേണോ ബാക്കിയുള്ള കുട്ടികളൊക്കെ കഴിക്കാൻ? ഓക്കെ, അപ്പൊ അതാണ് ഒരു നാട്ടുകാർ അവിടുന്ന് പകർത്തിയത്. അതായത് ആ നാട്ടുകാരന് എന്തോ സംശയമോ കാര്യങ്ങളൊക്കെ തോന്നിയിട്ട് ഇയാള് അവിടെ പോയിട്ട് ആ ഒരു ദൃശ്യം പർട്ടിക്കുലർലി പകർത്തുകയാണ്. ഓക്കെ, എന്നിട്ട് നാട്ടുകാരെല്ലാരും കൂടി ചേർന്നിട്ടാണ് ആൾക്ക് നേരെ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. അതായത് നമ്മൾ എത്രത്തോളം അധംപതിച്ചു പോകുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. കാരണം ഒരിക്കലും ഒരു എസ്പെഷ്യലി ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളും ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അതായത് ഇത് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. നമുക്കറിയാം, ഇപ്പം പലതരത്തിലുള്ള മായങ്ങളും കാര്യങ്ങളൊക്കെ ഫുഡിൽ കലർത്തുന്ന ഒരുപാട് പേരുണ്ട്, ഓരോ സ്വന്തം ലാഭത്തിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിന്ന് ഇയാൾക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത് എന്നും മനസ്സിലാവില്ല. കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് ഇതൊന്നും കിട്ടുന്നില്ല. വെറുതെ ഇത്രയും വൃത്തിയായിട്ട ഒരു പ്രവൃത്തി ചെയ്തിട്ട് ബാക്കിയുള്ളവരെ സ്വന്തം കഴിച്ചതിന്റെ ഇച്ച് തീറ്റിച്ചിട്ട് ഇയാൾക്ക് എന്ത് കിട്ടാൻ പോകുന്നു? ഇയാളെ വീട്ടിലും ഇയാൾക്ക് മക്കളും കുട്ടികളൊക്കെ ഉണ്ടാവുന്ന അല്ലേ? ഓക്കെ, അപ്പം കൂടുതലായിട്ട് ഈ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിക്കുക ചെറിയ കുട്ടികളും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം ഇത്തരത്തിൽ ചെയ്തിട്ട് ഇയാൾ എന്ത് നേടുന്നു എന്നാണ് മനസ്സിലാകാത്തത്. ഓക്കെ, അപ്പം ഇയാൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇയാൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് ഇയാൾക്ക് മാത്രമായിട്ട് കഴിക്കാവുന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വിൽക്കാൻ വെക്കുന്ന സാധനം നക്കിയിട്ട് റാപ്പ് ചെയ്തിട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഒരു വൃത്തികെട്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇല്ല. ഓക്കെ, അപ്പം ഇനി നമുക്ക് നോക്കി വെക്കാം. അപ്പം ഈ പെർട്ടിക്കുലർ കാര്യം ഇയാൾ ചെയ്തത് രഹസ്യമായിട്ട് ഒരു നാട്ടുകാരൻ പകർത്തിയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറെ നാട്ടുകാർ സംഘടിച്ച് ഇയാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പം ഇയാള് എന്ത് മറുപടിയാണ് അവർക്ക് കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. വീട്ടിലേക്ക് ഉണ്ടാക്കിയൊന്നല്ല, നിങ്ങൾ വെറുതെ പറയണ്ട. അല്ല, നിങ്ങൾ എന്താ ചെയ്ത നിങ്ങൾ തുറന്നു പറഞ്ഞോളി. നിങ്ങൾ ഒരു ഞാൻ വീട്ടിലേക്ക് ഉണ്ടാക്കിയല്ലോ ആടിക്ക്. ഞാൻ ഇന്നലെയും കൂടി എന്റെ മക്കൾക്ക് വേണ്ടി ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയി. അപ്പം ഇയാള് ആ നക്കിയ സാധനം പെട്ടിയിലാക്കിയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്, വണ്ടിയിൽ വെച്ചിട്ട് കൊണ്ടുപോകും. അപ്പൊ നാട്ടുകാരെല്ലാരും കൂടി ചേർന്നിട്ട് ഇയാളെ പിടിച്ചു. ഈ നാട്ടുകാരും പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് ഇയാളെ വന്ന് പിടിച്ചു. ഓക്കെ, അപ്പോൾ നടന്ന സംഭവം എന്താ വെച്ചാൽ ഇയാൾ കൊടുക്കുന്ന ന്യായീകരണമാണ്. എന്തുകൊണ്ടാ ഈ ദൃശ്യം കാണിച്ചപ്പോൾ ഇയാൾ കൊടുക്കുന്ന ന്യായീകരണം എന്ന് പറയുന്നത് അത് ഞാൻ വീട്ടിലേക്ക് ഉണ്ടാക്കിയാന്ന് പറഞ്ഞു. ആരെങ്കിലും സ്വന്തം മക്കൾക്കും മറ്റേ വീട്ടുകാർക്കും വേണ്ടിയിട്ട് നക്കിയിട്ടാണ് ഉണ്ടാക്കുക?
ഓക്കെ. അപ്പൊ അത്രയും തോന്നിയാസാണ് അയാൾ കാണിച്ചത്. അതിന് അയാൾ ന്യായീകരണം പറയുന്നത് ഞാൻ വീട്ടിലേക്ക് ഇട്ടാക്കിയാണ്. ഓക്കെ. ഒരു ബോക്സ്, ഒരു വലിയ 2 ബോക്സും കാര്യങ്ങളൊക്കെയാണ് ഇയാൾ റാപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് പിറ്റേ ദിവസം ഏതോ കടയിൽ കൊണ്ടുപോയിട്ട് വിൽക്കാനുള്ളതാണ്. ഓക്കെ. അപ്പൊ അത് വീട്ടിലേക്ക് ഉണ്ടാക്കിക്കുക എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കുകയാണ്. ഓക്കെ. അപ്പം ഇത്രയും ഒരു വൃത്തികെട്ട പരിപാടിയാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. അത് ഒരു ഇത്തരത്തിലുള്ള ഫുഡിന്റെ മേഖലയിലുള്ള ആരും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. ഓക്കെ. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഈ നാട്ടുകാരൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നാട്ടുകാർ അടുത്ത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുന്നുണ്ട്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞിട്ടുണ്ടായ കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇയാളെ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ബാർസും കാര്യങ്ങളൊക്കെ ഇയാളെ തിരിച്ചു വെപ്പിച്ചു, വണ്ടിയിൽ നിന്ന് തിരിച്ച് ഫാക്ടറിക്ക് തന്നെ വെപ്പിച്ചു. പിന്നെ പരിശോധനകളും കാര്യങ്ങളൊക്കെ കുറെ നടത്തി. ആ പരിശോധനകളും കാര്യങ്ങളൊക്കെ നടത്തിയപ്പം ഇവർക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇയാളെ ഏറ്റവും ഉപയോഗിക്കുന്ന ഏറ്റവും ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഏറ്റവും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇയാൾ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കുന്നതൊക്കെയാണ്. ആ നാട്ടുകാരും, ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള നാട്ടുകാരും പറയുന്നുണ്ട് എന്താ വെച്ചാൽ, തന്റെ മക്കൾക്കും കാര്യങ്ങൾക്കും ഒക്കെ കഴിഞ്ഞ ദിവസം വരെ ഇവിടുന്ന് ഐസ്ക്രീം വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ടുള്ളൂ. ഓക്കെ. അപ്പം അയാൾക്കത് പറയാൻ എത്രത്തോളം ഇതുണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. കാരണം സ്വന്തം മക്കൾക്ക് മറ്റൊരാള് കഴിച്ചതിന്റെ ബാക്കിയാണ് ഇയാൾ വാങ്ങിക്കൊടുക്കുന്നത്. ഓക്കെ. അതായത് കസ്റ്റമേഴ്സ് അറിയുന്നില്ല ഈ ഫാക്ടറിയിൽ എന്താ നടക്കുന്നത്, ഓരോരോ ഫാക്ടറിയിൽ എന്താണ് നടക്കുന്നതെന്ന് കസ്റ്റമേഴ്സ് അറിയാനില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല. പല സ്ഥലങ്ങളിലും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പം നാട്ടുകാർ ഇത്തരത്തില് എപ്പോഴും വിജിലന്റ് ആയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇത്തരത്തിലുള്ള മനുഷ്യന്മാരെ, ഇത്തരത്തിലുള്ള വൃത്തികെട്ട മനുഷ്യന്മാരെ നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. അപ്പം നമ്മളൊരു രാജ്യം അല്ലെങ്കിൽ നമ്മളൊരു സമൂഹം എപ്പോഴും നമ്മൾ നന്നായി കൊണ്ടു നടക്കുക, നല്ല രീതിയിൽ ബിസിനസ്, എന്തൊരു ബിസിനസ് ആയാലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അത്തരത്തിൽ കള്ളത്തരവും കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ഇപ്പൊ അയാൾക്ക് എന്തായി, ഇനി ആ ഒരു കട മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ? ഇല്ല. ആ ഒരു കട പൂട്ടിപ്പോകും. കാരണം അത്രയും വൃത്തിയായിട്ട ഒരു പരിപാടിയാണ് അയാൾ ചെയ്തത്. ഓക്കെ. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത്. അപ്പൊ എന്ത് കഴിക്കുമ്പോഴും നിങ്ങൾ അതിന്റെ ഒരു ഗുണനിലവാരം എപ്പോഴും ചെക്ക് ചെയ്തിട്ട് മാത്രം കഴിക്കുക.